എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. നമുക്ക് ഇത്തവണ കയറാൻ പറ്റും, അങ്ങനെ തന്നെ വിചാരിച്ച് പഠിക്കുക. വിചാരിച്ച് പഠിക്കുകയല്ല, നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആണ്. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുക. ഇനി എനിക്കൊരു അവസരം ഇല്ല എന്നുള്ളൊരു എന്താ പറയുക ബോധ്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്ത് നിർത്തിയത് സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഔട്ട്പുട്ട് ഡിവൈസിൽ മെമ്മറി നമ്മൾ തുടങ്ങിയായിരുന്നു. മെമ്മറി നമ്മൾ തുടങ്ങിയായിരുന്നു. ആ മെമ്മറിയിൽ നമ്മൾ മദർ ബോർഡ് പറഞ്ഞു, പ്രൈമറി മെമ്മറി പറഞ്ഞു. അപ്പൊ ആ പ്രൈമറി മെമ്മറിയിൽ വരുന്നതാണ് എന്ത്, റാം. ഓക്കെ, റാം പോർട്ടുകളൊക്കെ പറഞ്ഞു, മെമ്മറി എന്താണെന്ന് പറഞ്ഞു, മെമ്മറിയുടെ അളവുകൾ പറഞ്ഞു. ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. എന്താണ് ഒരു ബിറ്റ്, പിന്നെ നിബിൾ എന്താണ് 4 ബിറ്റ് ചേർന്നിട്ടുള്ളതാണ്, പിന്നെ ഒരു ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റ് ചേർന്നിട്ടുള്ളതാണ്. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യമേ പഠിച്ചു വെക്കണം. ഇത് ചോദിക്കുന്ന ഏരിയ ആണ്. ഇനി റാം പറഞ്ഞു നിർത്തിയായിരുന്നു. റാം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ്, റാൻഡം ആക്സസ് മെമ്മറി ആണ്, വോളറ്റൈൽ ആണ്. ഇതിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെ, നമ്മൾ ഇതൊക്കെ പറഞ്ഞായിരുന്നു. സെക്കൻഡറി മെമ്മറിന്ന് നിങ്ങൾ കമ്പ്യൂട്ടർ നിങ്ങൾ പാർട്ടീഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് കണ്ടാവും. വിൻഡോസ് സി ഡ്രൈവിലാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുക. അപ്പൊ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൊത്തമായിട്ട് ഈ റാമിൽ കൊള്ളൂല. റാമിന്റെ മാക്സിമം സൈസ് എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടറിലൊക്കെ, നമ്മുടെ സാധാ കമ്പ്യൂട്ടറിലൊക്കെ ഒരു 2 GB അല്ലെങ്കിൽ 4 GB ഒക്കെ റാം വരുള്ളൂ. അപ്പൊ ഈ 4 GB ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൊത്തം ഒന്നും കൊള്ളത്തില്ല. അപ്പൊ എന്ത് ചെയ്യും, ഈ റാമിലേക്ക് കുറച്ച് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കോപ്പി ചെയ്യുക. അപ്പൊ ഒരു കമ്പ്യൂട്ടർ ഓൺ ആയിരിക്കുക എന്ന് പറയുമ്പോൾ റാമിന്റെ ഏതാനും ചില കാര്യങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കും. നിലവിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും, പിന്നെ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റ ഉണ്ടായിരിക്കും. അതൊക്കെയാണ് റാമിൽ ഉണ്ടാവുക. അപ്പൊ റാമിന്റെ സ്പീഡ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, മെഗാ ഹെർട്സിലാണ്. അതായത് ഒരു സെക്കൻഡിനെ 10⁶/6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതിനാണ് അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പ്രാഥമിക മെമ്മറി, റാം, റോം, ക്യാഷ് മെമ്മറിയാണ്. രജിസ്റ്റർ ഇല്ല എന്നും കൂടി ഓർക്കുക. ഇനി അതിന്റെ ക്ലാസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. സോ അത് നിങ്ങൾക്ക് പിക്ചർ ഒന്ന് കാണിച്ചു തന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ റാമിന്റെ ടൈപ്പുകൾ ഇത് നിങ്ങൾക്ക് SCRT ഇല്ല. അപ്പൊ നമ്മൾ അത് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പാകത്തിലാണ് ഞാൻ പറയണേ. അപ്പൊ റാമിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണെന്ത്, സ്റ്റാറ്റിക് റാം ആൻഡ് സ്റ്റാറ്റിക് റാം ഉണ്ട്, ഡൈനാമിക് റാം ഉണ്ട്. ഇനി എന്താണ് സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് വരുന്നത് ഇതിന്റെ ബിൽറ്റിലാണ് ഇതിന്റെ വ്യത്യാസം തന്നെ. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതിന്റെ ബിൽറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില് എന്താണ്, ഇതൊരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആണ്, ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയേക്കണയാണ് സ്റ്റാറ്റിക് റാം. മറ്റേതാണെന്നുണ്ടെങ്കിൽ എന്താ, ഡൈനാമിക് എന്ന് പറയുമ്പോൾ റെസിസ്റ്റർ കപ്പാസിറ്റർ സർക്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ടാക്കിയേക്കണയാണ് ഡൈനാമിക് റാം. അതുകൊണ്ട് തന്നെ ഇതിന് ലോ കോസ്റ്റ് ആണ്. ഇതെന്താണ് 4 times മോർ എക്സ്പെൻസ് ആണ്. ഡൈനാമിക് റാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 4 തവണ എക്സ്പെൻസ് കൂടിയ സാധനമാണ് ഇത് സ്റ്റാറ്റിക് റാം. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിന് കുറച്ച് ആക്സസ് ടൈം മതി. ആക്സസ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെമ്മറി പോയിട്ട് ഈ റാമിൽ ചെന്നിട്ട് അവിടുന്ന് ഡാറ്റ കളക്ട് ചെയ്ത് തിരിച്ചു വരാൻ എടുക്കുന്ന സമയത്തിനെയാണ് എന്ത് ചെയ്യുന്നത്, ആക്സസ് ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആക്സസ് ടൈം വളരെ കുറച്ച് മതി ഇതിന്, സ്റ്റാറ്റിക് റാമിന്. എന്നാൽ ഡൈനാമിക് റാമിനോ ആക്സസ് ടൈം സ്റ്റാറ്റിക് റാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ്. ഇനി അതുപോലെ തന്നെ എന്താണ്, ഡൈനാമിക് റാം കൺസ്യൂംസ് ലെസ് പവർ ആണ്, വളരെ കുറച്ച് പവർ മതി. കറണ്ട് ചാർജ് വളരെ കുറച്ച് ഏതിന് മതി, ഡൈനാമിക് റാമിന് മതി. ഒന്നില് ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ് അധികം യൂസ് ചെയ്തേക്കണേ. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് വെച്ചാൽ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യണതാണ്. മറ്റേല് റെസിസ്റ്റർ കപ്പാസിറ്റർ സർക്യൂട്ട് അല്ലെങ്കിൽ FET, ഫീൽഡ് എഫക്റ്റീവ് ട്രാൻസിസ്റ്റർ. FET എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടൈപ്പ് ട്രാൻസിസ്റ്ററുകളാണ്. അത്തരത്തിലുള്ള ട്രാൻസിസ്റ്ററുകളാണ് DRAM മേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്തേക്കണേ. ഇനി ഇതില് നോ നീഡ് ഓഫ് ഫോർ റിഫ്രഷിങ്, ഈ റിഫ്രഷ് ചെയ്യാൻ ആവശ്യം ഏതിൽ വരുന്നില്ല, സ്റ്റാറ്റിക് റാമിൽ വരുന്നില്ല. അപ്പൊ എന്താണ് റിഫ്രഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞുള്ളൂ റിവിഷന്റെ കാര്യം അല്ലെ, നമ്മളൊരു 2 ദിവസം കൂടുതൽ ഇങ്ങനെ റിവിഷൻ ചെയ്തില്ലെങ്കിൽ
നമ്മുടെ തലേന്ന് മറന്നു പോകും. അതുപോലെ തന്നെയാണ് ഡൈനാമിക് റാമിന്റെ എന്താ അവസ്ഥ. ഇദ്ദേഹത്തിന് ആ ഒരു ഡാറ്റ ഓർമ്മയിൽ വെക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്യണം. റിഫ്രഷിങ് സർക്യൂട്ടുകൾ വേണം. അതില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇദ്ദേഹം മറന്നുപോകും. അപ്പൊ ആ ഒരു സർക്യൂട്ട് ഏതിൽ വേണ്ട, സ്റ്റാറ്റിക് റാമിന് വേണ്ട. അതാണ് നോ നീഡ് ഫോർ റിഫ്രഷിങ് സർക്യൂട്ട്. നീഡ് ടു ബി റിഫ്രഷ്ഡ് എന്നാൽ ഇതിൽ നേരെ മറിച്ചാണ് സ്ഥിതി. ഇത് ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്തില്ലെങ്കിൽ ആളുടെ കയ്യിൽ നിന്ന് ഡാറ്റ ലോസ് ആയി പോകും. ഇനി ഇതെന്താണ്, ഇത് ഉണ്ടാക്കിയേക്കണേ ട്രാൻസിസ്റ്ററുകൾ യൂസ് ചെയ്തിട്ടാണ്. എന്നാൽ ഇവ ഉണ്ടാക്കിയേക്കണോ കപ്പാസിറ്ററുകളാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്തേക്കണേ. ഇനി ഇത് എവിടെയാണ് അധികം യൂസ് ചെയ്യണത്? ക്യാഷ് മെമ്മറിയിലാണ് ഈ സ്റ്റാറ്റിക് റാമിന്റെ ഒക്കെ അധികം ആവശ്യം വരുന്നത്. അതായത് ഇതിന്റെ ട്രാൻസിസ്റ്റർ മെമ്മറിയാണ്, ഇപ്പൊ ക്യാഷ് സ്പീഡ് കൂടിയ മെമ്മറിയാണ്. അവിടങ്ങളിലുള്ള എന്താണ് മെമ്മറി ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് സ്റ്റാറ്റിക് റാം യൂസ് ചെയ്യുന്നത്. ഇത് കമ്പാരിറ്റീവ്ലി മെയിൻ മെമ്മറി ആയിട്ടുള്ള റാം, നമ്മുടെ സാധാ റാം ഉണ്ടല്ലോ ഇപ്പൊ മദർ ബോർഡിൽ വെക്കണേ, അത്തരത്തിലുള്ള റാമുകളിലാണ് ഈ ഡൈനാമിക് മെമ്മറി യൂസ് ചെയ്യുക. പിന്നെന്താണ്, ദേ ക്യാൻ ബി ഐദർ ബൈപോളർ ഓർ മോസ് ടെക്നോളജി. അതായത് ഇപ്പൊ ഇത് ഉണ്ടാക്കിയേക്കുന്ന ടെക്നോളജിയാണ് അത് നിങ്ങൾ കൂടുതൽ ബോധർ ചെയ്യണ്ട. ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ബൈപോളർ മോസ് ഒക്കെ പക്ക ഇലക്ട്രോണിക്സ് ആണ്. മോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ആണ്. ബൈപോളാർ എന്ന് വെച്ച് കഴിയുമ്പോൾ ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യാം, BJT, NPN BJT എന്നൊക്കെ പറഞ്ഞ് അത് മേക്കിംഗ് ടെക്നോളജിയാണ്. നമ്മളോട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യമില്ല, ഇത് ആവശ്യമില്ല കേട്ടോ. ഇത് വേണ്ട, നമ്മൾ ആകെ കൂടി അറിഞ്ഞിരിക്കേണ്ട ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാമിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സ്റ്റാറ്റിക് റാമും ഒന്ന് ഡൈനാമിക് റാമും. അപ്പൊ സ്റ്റാറ്റിക് റാമിൽ എന്താണ്, സ്റ്റാറ്റിക് റാം എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്, ക്യാഷ് മെമ്മറി ഉണ്ടാക്കാനായിട്ടാണ് യൂസ് ചെയ്യണത്. കമ്പാരിറ്റീവ്ലി ഹൈ സ്പീഡ് ആണ്, ചെറിയ ആക്സസ് ടൈം മതി. എന്നാൽ നേരെ കുറച്ച് ഡൈനാമിക് റാമിൽ റിഫ്രഷിങ് സർക്യൂട്ട് വേണം, കുറച്ചുകൂടെ എന്താണ് ലോ കോസ്റ്റ് ആണ്, അതുപോലെ പവർ കൺസപ്ഷൻ കുറവാണ്. പിന്നെന്താണ്, ഇത് ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. ഇത് ഉണ്ടാക്കിയേക്കണേ കപ്പാസിറ്റർ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയേക്കണേന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ആണത്? ഓക്കെ. ഇനി ഈ റാമിന്റെ തന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ, ഈ സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും തന്നെയാണ്. ഇതെന്താണ്, ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതിന്റെ ടൈപ്സ് ഒക്കെയാണ് കാണിച്ചേക്കണേ. ടൈപ്സ് ഓഫ് റാം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് റാമിന്റെ ഡിഫറെന്റ് ടൈപ്പുകളാണ്. ഇപ്പൊ DDR ഉണ്ട്, ഇപ്പൊ ഈ പറഞ്ഞേക്കണേ. ഇനി വീണ്ടും ഉണ്ട്, ഈ സ്റ്റാറ്റിക് റാമിനെ ഒഴിച്ച് ഈ ഡൈനാമിക് റാമിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിങ്കർണസും അസിങ്കർണസും ആയിട്ടാണ് അത് ക്ലാസിഫിക്കേഷൻ. ഞാൻ പറഞ്ഞുതരാം, അത്ര അങ്ങ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക. എൻകേസ് PSC ഇച്ചിരിയും കൂടി എന്താണ് കുറച്ചുകൂടെ ടഫായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ വീഴരുത്, അതുകൊണ്ടാണ്. അപ്പൊ അതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് ഈ ഡൈനാമിക് റാമിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്, അതാണ് സിങ്കർണസ്, SYN സിൻക്രോണസ്, SYNCHRONOUS സിൻക്രോണസ്. പിന്നെ മറ്റാണെന്ത്, അസിങ്കർണസ്. സിങ്കർണസും ഉണ്ട് അസിങ്കർണസും ഉണ്ട്. അപ്പൊ ഇതെന്താന്ന് ബേസിക്കലി അറിഞ്ഞിരിക്കാം. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ ഒന്നുകൂടെ പറയാം. റാമിന്റെ ടൈപ്പുകളാണ്. റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി മെമ്മറി ആണ്. അതെന്തിനു വേണ്ടിയാ, താൽക്കാലികമായിട്ട് കമ്പ്യൂട്ടർ ഓൺ ആയിട്ടിരിക്കുമ്പോൾ ഡാറ്റാസും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും മറ്റ് റിസൾട്ടുകളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാം യൂസ് ചെയ്യുന്നത്. റാമിന്റെ എക്സ്പാൻഷൻ ആണ് റാൻഡം ആക്സസ് മെമ്മറി. അപ്പൊ അത് പ്രൈമറി മെമ്മറിയിൽ വരുന്ന ഒരു മെമ്മറിയാണ് റാം, റോം, ക്യാഷ്. അതില് റാമിന്റെ ടൈപ്പുകളാണ് ഇപ്പൊ നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത്. ആ റാമിന്റെ ടൈപ്പുകളാണ്, രണ്ട് ടൈപ്പുകളാണ്, സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും. സ്റ്റാറ്റിക് റാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് മെമ്മറി ഉണ്ടാക്കാനായിട്ട് അധികം, ക്യാഷും ഇറ്റ്സെൽഫ് ഈസ് എന്താണ്, ഒരു പ്രൈമറി മെമ്മറിയാണ്. അപ്പൊ ഇതെല്ലാം ഉണ്ടാക്കിയേക്കുന്നത് ഒരേ മെറ്റീരിയൽ ഒക്കെ തന്നെയാണ്, പക്ഷെ അതിന്റെ ആപ്ലിക്കേഷൻ അനുസരിച്ചാണ് ഇതിന്റെ യൂസേജ് മാറുന്നത്. ഇപ്പൊ ക്യാഷ് മെമ്മറി കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയാണ്, അതിന് ഇത്തരത്തിലുള്ള സ്റ്റാറ്റിക് റാം ആണ് യൂസ് ചെയ്യേണ്ടത്. എന്നാൽ നമ്മുടെ പ്രൈമറി മെമ്മറിയിൽ, അതായത് ക്യാഷ് ഒഴിച്ചുള്ള റാം, റോം ഉണ്ടല്ലോ, ആ റാം ഉണ്ടാക്കാനായിട്ടുള്ളതാണ് എന്ത്, ഡൈനാമിക് റാം യൂസ് ചെയ്യണം. സോ ആ ഡൈനാമിക് റാമിനെ നമ്മൾ എഗെയിൻ ക്ലാസിഫൈഡ് ചെയ്തിരിക്കണ സിങ്കർണസും അസിങ്കർണസും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് സിങ്കർണസ്? ഇതാണ് നമ്മൾ ആ ഡൈനാമിക് റാം കപ്പാസിറ്ററും റെസിസ്റ്ററും ഒക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കണേന്ന് പറഞ്ഞു.
സോ അതെങ്ങനെയാണ് കാണിച്ചേക്കണത് കണ്ടോ, നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒരു ബിറ്റ് സ്റ്റോർ ചെയ്യും, 0 ഉം 1 ഉം ആയിട്ടാണ് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമുക്കൊരു വാല്യൂ 0 1 0 0 1 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ 0 1 0 0 1. അപ്പൊ വേർഡ് 0, ഇത് ഒന്നാമത്തെ വേർഡ്, രണ്ടാമത്തെ വേർഡ്, മൂന്നാമത്തെ വേർഡ്, ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യണം. അപ്പൊ ഈ കപ്പാസിറ്റർ, ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്, ഇതൊരു കപ്പാസിറ്റർ. ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്തിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അതിൽ ബൈനറി 1 ആയിരിക്കും. ഫുൾ ചാർജ് ആണെങ്കിൽ ബൈനറി 1 ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. എന്നാൽ ഈ കപ്പാസിറ്റർ ചാർജ് ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ അതിൽ ബൈനറി 0 ആയിരിക്കും. ഇനി ഇതിൽ ഈ 1 ഉം 0 ഉം നിലനിർത്താനായിട്ട് നമ്മൾ അഡീഷണലി റിഫ്രഷിംഗ് സർക്യൂട്ട് വേണമെന്ന് പറഞ്ഞു ഡൈനാമിക് റാമിൽ. റിഫ്രഷിംഗ് സർക്യൂട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ ഒരു ടോർച്ച് ഉണ്ട്, ആ ടോർച്ചിന്റെ ഒരു ബാറ്ററി ഉണ്ടല്ലോ, ആ ബാറ്ററി നിങ്ങൾ ഉപയോഗിക്കും തോറും അതിന്റെ ചാർജ് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ അതിൽ കുത്തിയിടണ്ടേ, ചാർജ് ചെയ്യണ്ടേ. ആ ചാർജിങ് പ്രക്രിയയാണ് ഇവിടെ ഈ മെമ്മറിയിൽ റിഫ്രഷിംഗ് ആയിട്ട് എടുക്കണേ, അത്രേ ഉള്ളൂ. ആ ചാർജ്, ആ കണ്ടന്റ് ഡാറ്റ അതേപോലെ നിലനിർത്തുക. ഇപ്പൊ ക്ലിയർ ആയോ? ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? സിമ്പിൾ ആയിട്ടല്ലേ പറഞ്ഞേ? ഒന്നോടെ പറയണോ? മീര? ഒന്നുമില്ല, നിങ്ങളെ ഇത് ടെക്നിക്കൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്കൊന്ന് ഒരു നോളജ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ പറഞ്ഞേ? നിങ്ങൾ മനസ്സിലായെങ്കിൽ അത് ലീവ് ചെയ്തേക്ക്, ആ ക്ലാസിഫിക്കേഷൻ മാത്രം പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ കാണുമ്പോൾ പഠിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളായിട്ട് പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ വർക്കിംഗ് ഒന്നും നിങ്ങൾ നോക്കണ്ട. ഇതാണ്, ഇങ്ങനെയാണ് മെമ്മറിയിൽ എന്ത് ചെയ്യണത്, ഡാറ്റ സ്റ്റോർ ചെയ്യണം. അതായത് ഓരോ ബിറ്റുകളായിട്ടാണ് സ്റ്റോർ ചെയ്യുക. അപ്പൊ ആ ബിറ്റുകൾ എന്ന് പറയുന്നത് കപ്പാസിറ്ററിൽ ചാർജിനനുസരിച്ച്, കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ കമ്പ്യൂട്ടർ എടുക്കണം എന്താ, ബൈനറി ഡിജിറ്റ് 1 ആയിട്ടും, കപ്പാസിറ്റർ ഡിസ്ചാർജ്, അതായത് ചാർജ് ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ 0 ആയിട്ടും. അപ്പൊ ഇതിൽ ചാർജ് നിലനിർത്താൻ നമ്മൾ ഒരു ചാർജിങ് സർക്യൂട്ട് ആണ് റെസിസ്റ്റർ കപ്പാസിറ്റർ സർക്യൂട്ട്. അതായത് റെസിസ്റ്ററും കപ്പാസിറ്ററും യൂസ് ചെയ്തിട്ടാണ് ഈ കപ്പാസിറ്ററിന്റെ ഈ ചാർജ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ കപ്പാസിറ്ററും റെസിസ്റ്ററും യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയേക്കണെന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഈ ചാർജ് നിലനിർത്താനായിട്ട് ഇതിന് റിഫ്രഷിംഗ് സർക്യൂട്ട് വേണം. ഇപ്പൊ നമ്മൾ ആദ്യം ഒരു ഡാറ്റ എഴുതി, അത് മാഞ്ഞു പോകാണ്ടിരിക്കണമെങ്കിൽ അത് ഇടയ്ക്കിടെ എന്ത് ചെയ്യണം, ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് റിഫ്രഷിംഗ് സർക്യൂട്ട് യൂസ് ചെയ്യണേ. മനസ്സിലായോണ്ടോ? ആ റിഫ്രഷിംഗ് സർക്യൂട്ട് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ആണോ? ബിറ്റ് ബിറ്റ് 1, ബിറ്റ് 2, ബിറ്റ് 3, ഇങ്ങനെ എത്ര ബിറ്റ് വേണമെങ്കിലും സേവ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇതിന്റെ ഉള്ളിലുള്ള ആ സ്ട്രക്ചർ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ജസ്റ്റ് ആ റിഫ്രഷിംഗ് സർക്യൂട്ട് എന്താണ്, നിങ്ങൾ ചുമ്മാ റിഫ്രഷിംഗ് സർക്യൂട്ട് ഒന്ന് പഠിച്ചു വെക്കാണ്ട് ഞാൻ അതൊന്നും പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചു. അതൊന്നും നിങ്ങൾക്ക് എക്സാമിന് വരൂല. എന്താണ് റിഫ്രഷിംഗ് സർക്യൂട്ട്? ഈ കപ്പാസിറ്ററിനകത്തെ ചാർജ് ഒന്നും കൂടി നിലനിർത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ട്, ഇലക്ട്രോണിക് സർക്യൂട്ട് എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അല്ലാണ്ട് അത് എങ്ങനെ വർക്ക് ചെയ്യണം എന്താണെന്നൊന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഓക്കെ ആണോ? ഓക്കെ. ഇനി സിങ്കർണസ് DRAM നമ്മൾ എന്താണ്, ഈ DRAMനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സിങ്കർണസും അസിങ്കർണസും. അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ട് നമുക്ക് അടുത്തിലേക്ക് പോവാം. എന്താണ് സിങ്കർണസും അസിങ്കർണസും? ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ PSC ചോദിക്കാം. സിങ്കർണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ കമ്പ്യൂട്ടറിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഹൃദയമിടിപ്പുണ്ടല്ലോ, ഉണ്ടോ? ഒരു ഹൃദയമിടിപ്പില്ലേ? അപ്പൊ ഈ കമ്പ്യൂട്ടറിന് ഒരു ഹൃദയമിടിപ്പുണ്ട്. ആ കമ്പ്യൂട്ടറിന്റെ പ്രോസസറിന് അടുത്ത് വെച്ചേക്കുന്ന ഒരു ചെറിയൊരു പൾസ് സർക്യൂട്ട്, ഇതാണ് കമ്പ്യൂട്ടറിന്റെ ഹൃദയമിടിപ്പ്. ഇങ്ങനെ സ്ക്വയർ പൾസസ് ആയിട്ടാണ്. അപ്പോ ഈ സിങ്കർണസ് DRAMല് എല്ലാ ഓപ്പറേഷൻസും ഈ പൾസിനനുസരിച്ച്, ഈ പൾസിന്റെ ഏതെങ്കിലും ഒരു ലീഡിങ്ങോ അല്ലെങ്കിൽ ട്രെയിലിംഗ് എഡ്ജിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ സിങ്കർണസ് DRAMലെ എല്ലാ ഓപ്പറേഷൻസും ക്യാരി ഔട്ട് ചെയ്യുക. മനസ്സിലാവുണ്ടോ? അതായത് ഈ ക്ലോക്ക് സിഗ്നൽസിന് അനുസരിച്ചാണ് സിങ്കർണസ് DRAMലെ മെമ്മറി കോപ്പിയും അതേപോലെ ഡാറ്റ റിസീവ് ചെയ്യണതൊക്കെ ഈ ക്ലോക്ക് ഓപ്പറേഷൻസിനായിട്ട് സിങ്ക് ചെയ്തിട്ടാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു പാട്ട് വെച്ചിട്ടൊക്കെ ഒരു ഓപ്പറേഷൻ, അപ്പൊ അതിനോടനുബന്ധിച്ച് നമ്മൾ താളം പിടിക്കുക എന്നൊക്കെ പറയില്ലേ, അത് അതിനായിട്ട് സിങ്ക് ചെയ്യുക, ഒരു റിഥത്തിൽ എത്തുക എന്നൊക്കെ പറയില്ലേ. അപ്പൊ ആ മെമ്മറി ഓപ്പറേഷൻസ് എല്ലാം ഈ പ്രോസസറിന്റെ ക്ലോക്ക് സിഗ്നലുമായിട്ട് ഒരു സിങ്കർണസ് ചെയ്ത് ചെയ്യുന്ന മെമ്മറിയാണ് സിങ്കർണസ് മെമ്മറി. അത് മനസ്സിലായോ?
അപ്പൊ അസിൻക്രണസ് എന്തായിരിക്കും? അപ്പൊ അസിൻക്രണസ് അപ്പൊ അതിന് പ്രത്യേകിച്ച് ക്ലോക്ക് സിഗ്നലിന്റെ ആവശ്യമൊന്നുമില്ല അതിന്റെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. അത്തരത്തിലുള്ള മെമ്മറിയാണ് അസിൻക്രണസ് മെമ്മറി. ക്ലിയർ ആണോ? ഇനി ഈ സിൻക്രണസിന് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടേ. അത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുകയാണ് കേട്ടോ. ക്ലാസിഫൈ കൺഫ്യൂഷൻ ആവരുത്. സിൻക്രണസിന് നമ്മൾ വീണ്ടും ക്ലാസിഫൈ SDR സിംഗിൾ ഡാറ്റ റേറ്റ് എന്താണ് റാം, ഡബിൾ ഡാറ്റ DDR റാം എന്നൊക്കെ പറയും. അതായത് സിംഗിൾ ഡാറ്റ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്രോസസറിന്റെ ഹെർട്ട് ബീറ്റുകൾ അല്ലെങ്കിൽ ക്ലോക്ക് സിഗ്നൽസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. അതിന്റെ ഓരോ എഡ്ജിലും ഈ എഡ്ജില് ഈ എഡ്ജില് ഈ എഡ്ജില് ഈ എഡ്ജിലൊക്കെ ഡാറ്റ ഇതിന്റെ ഓരോ എഡ്ജായിട്ട് സിങ്ക് ചെയ്തിട്ട് ഓരോ ഡാറ്റ ട്രാൻസ്ഫറിങ്ങും റിട്രീവിങ്ങും നടക്കുകയാണ്. ഒറ്റ എഡ്ജിൽ മാത്രമാണ് ഈ പ്രോസസ്സ് നടക്കണമെങ്കിൽ അതിനെ സിംഗിൾ ഡാറ്റ റേറ്റ്, ഒറ്റ ഡാറ്റ, ഇവിടെ ഒരു 0യോ 1ഓ 0യോ 1ഓ ഏതെങ്കിലും ഒരു ബിറ്റ് ഇതിന്റെ ഒരു ആദ്യത്തെ എഡ്ജിലോ അല്ലെങ്കിൽ താഴത്തെ എഡ്ജിലോ ആയിട്ടോ ട്രാൻസ്ഫർ ചെയ്യും. അതിനെയാണ് സിംഗിൾ ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ? മനസ്സിലായോ? ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതായത് ഈ പൊക്കത്തിലുള്ള പൾസ് സിഗ്നൽസ് ഉണ്ട്, ആ പൾസ് സിഗ്നൽസിന്റെ ഈ പൊക്കത്തെ എഡ്ജിലായിട്ട് ഓരോ പൊക്കത്തിലെ എഡ്ജിലും ഓരോ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിന് സിംഗിൾ ഡാറ്റ റേറ്റ് എന്ന് പറയും. എന്നാൽ ഡബിൾ ഡാറ്റ റേറ്റ് DDR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊക്കത്തെ എഡ്ജിലും ഈ താഴ്ന്നു വന്ന എഡ്ജിലും രണ്ട് എഡ്ജിലും എന്ത് ചെയ്യും? മെമ്മറി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യും. അത്തരത്തില് രണ്ട് എഡ്ജിലും ഡാറ്റ ട്രാൻസ്ഫറിങ്ങും റിസീവും ചെയ്യുന്ന മെമ്മറിയാണ് എന്ത്? ഡബിൾ ഡാറ്റ. അപ്പൊ ഇതില് ഒരു 5 കിലോ ബൈറ്റ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഈ ഡബിൾ ഡാറ്റ റേറ്റിൽ എന്ത് വരും? 10 കിലോ ബൈറ്റ് വരും. കാരണം എന്താ? രണ്ട് എഡ്ജിൽ ഇതിൽ ട്രാൻസ്ഫറിങ് നടക്കുന്നത്. അപ്പൊ കുറച്ചുകൂടെ വേഗത്തിൽ ഡാറ്റ ട്രാൻസ്ഫറിങ്ങും റിസീവിങ്ങും നടത്താൻ ഏതിന് കഴിയും? DDR മെമ്മറിക്ക് കഴിയും. ക്ലിയർ ആണോ? ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യണൊക്കെ ഈ DDR മെമ്മറി. ആ DDRന്റെ വേർഷൻസ്, പല വേർഷൻസ് ആണ് നമ്മൾ കാണുന്നത്. DDR 1, 2, 3, 4 എന്നൊക്കെ കണ്ടോ? അതാണ് ഈ കാണിച്ചത്. ഇത് സ്റ്റാറ്റിക് എന്താണ് DRAM ആണ്. ഇത് DDR RAM ആണ്. DDR4 വേർഷൻ 4 ആണ്. അതിന്റെയൊക്കെ പല അഡ്വാൻസ്. ഇത് DDR2 ആണ്, വേർഷൻ 2 ആണ്. ഇത് 3 ആണ്. അതിന്റെ ഓരോ വേർഷൻസ് ആണ് കാണിച്ചേക്കണേ. ഇപ്പൊ ക്ലിയർ ആയോ? കണ്ടോ? അതിലെ IC-യുടെ പല്ലുകളുടെ എണ്ണമൊക്കെ വ്യത്യസ്തമായിരിക്കും. ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ മഞ്ഞ കളറുള്ള പല്ലുകൾക്കൊക്കെ വ്യത്യസ്തങ്ങളായിട്ടാണ് ഓരോ വേർഷനിലും വരിക. പക്ഷെ ബേസിക്കലി ഇതാണ്. ബോത്ത് എന്താണ്? രണ്ട് എഡ്ജിലും, പൾസിന്റെ രണ്ട് എഡ്ജിലുമായിട്ട് ഡാറ്റ ട്രാൻസ്ഫറും ചെയ്യും, റിസീവും ചെയ്യും. ഇത് ക്ലിയർ ആണോ? അപ്പൊ ഒന്നോടെ പറയാം. നമ്മള് മെമ്മറി ക്ലാസിഫൈ ചെയ്തേക്കണ പ്രൈമറി എന്നും സെക്കൻഡറി എന്നുമാണ്. പ്രൈമറി മെമ്മറിക്ക് എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ? ക്യാഷ്, പിന്നെ റാം റോം. അതിൽ നമ്മൾ റാം ആണ് ഇപ്പൊ പറഞ്ഞത്. ആ റാമിന് മെയിൻ ആയിട്ട് സ്റ്റാറ്റിക് റാം എന്നും ഡൈനാമിക് റാം എന്നും പറഞ്ഞു. ആ സ്റ്റാറ്റിക് റാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടാക്കിയേക്കണ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടും എക്സ്പെൻസ് കൂടുതലായിട്ടുള്ള റിഫ്രഷിംഗ് സർക്യൂട്ട് വേണ്ടാത്തതായിട്ടുള്ള മെമ്മറിയാണ് സ്റ്റാറ്റിക് റാം. ഡൈനാമിക് റാം RC സർക്യൂട്ട് ആണ്. അതിന് റിഫ്രഷിംഗ് ഇടയ്ക്കിടയ്ക്ക് മറവി ഇച്ചിരി കൂടുതലായിട്ടുള്ള സർക്യൂട്ട് ആണ്. പക്ഷെ അതിന് കുറച്ച് എന്ത് ചെയ്താൽ മതി? പവർ മതി. അതുപോലെ അതിന് കുറച്ച് വിലയുള്ളൂ, ലോ കോസ്റ്റും ആണ്. കോസ്റ്റ് കൂടിയതായതുകൊണ്ട് തന്നെ ഇത് എവിടെയാണ്? ക്യാഷ് മെമ്മറി ഉണ്ടാക്കാനൊക്കെ ആയിട്ടാണ് സ്റ്റാറ്റിക് റാം യൂസ് ചെയ്യുന്നത്. ഇനി വീണ്ടും നമ്മൾ ഡൈനാമിക് റാമിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡൈനാമിക് റാമിനെ സിൻക്രണസ് എന്നും അസിൻക്രണസ് എന്നും ക്ലാസിഫൈ ചെയ്തത്. സിൻക്രണസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് സിഗ്നലുമായിട്ട് യോജിച്ച് ചേർന്ന് അതിന്റെ പ്രവർത്തനങ്ങൾ, അതായത് ട്രാൻസ്ഫറിങ് റിസീവിങ് നടത്തുന്ന മെമ്മറി അല്ലെങ്കിൽ റാമിനെയാണ് സിൻക്രണസ് റാം എന്ന് പറയുന്നത്. ഇനി ആ സിൻക്രണസിൽ തന്നെ അസിൻക്രണസ് അപ്പൊ എന്താ? ഇങ്ങനത്തെ ഒരു ക്ലോക്ക് സിഗ്നൽ വേണ്ട. ഇനി സിൻക്രണസ് തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഡാറ്റ റേറ്റും ഡബിൾ ഡാറ്റ റേറ്റും. സിംഗിൾ ഡാറ്റ റേറ്റ് ഏതെങ്കിലും ഒരു ഒറ്റ എഡ്ജിലോ, ഒന്നല്ലെങ്കിൽ പൊക്കത്തിലേക്കോ താഴത്തേക്കോ വരുന്ന എഡ്ജിലായിരിക്കാം അത് ഡാറ്റ ട്രാൻസ്ഫറിങ് റിസീവിങ് ചെയ്യുക. എന്നാൽ ഡബിൾ ഡാറ്റയിലോ രണ്ട് എഡ്ജിലും അത് റിസീവും ട്രാൻസ്ഫറിങ് ചെയ്യും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡാറ്റ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കും DDR മെമ്മറിക്ക്.
ഓക്കെ ആണോ? ഓക്കെ സർ. ഇനി അടുത്തത്. അപ്പൊ റാൻഡം ആക്സസ് മെമ്മറി കഴിഞ്ഞു. പിന്നെ നമ്മൾ റോം ഇന്നലെ എടുത്തായിരുന്നു. റോമിലാണ് നമ്മൾ എന്ത് ചെയ്ത് ബയോസ്. റോം അത്ര തന്നെ പറയാനുള്ളൂ. റോമിന്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, അതായത് അൾട്രാ വൈലറ്റ്. ഈ ഒരു ക്ലാസിന്റെ അവിടെ അൾട്രാ വൈലറ്റ് UV ലൈറ്റിൽ കാണിച്ചിട്ടാണ് ഇതിലുള്ള ഡാറ്റ എന്ത് ചെയ്യണത്, കളയുന്നത്. എന്നാൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോമിൽ ഈ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഡിലീറ്റ് ചെയ്യാം. ഇത് തമ്മിലുള്ള കമ്പാരിസൺ ഇന്നലെ നമ്മൾ നോക്കിയായിരുന്നു. നിങ്ങളത് നോക്കാം. പിന്നെ എന്താണ് ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞു അല്ലെ. ക്യാഷ് മെമ്മറി നമുക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്ന മെമ്മറിയാണ്. അതായത് പ്രോസസറിനോട് അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നതും കമ്പാരിറ്റീവ്ലി എന്താണ് സ്പീഡ് കൂടുതലുള്ളതും പിന്നെ എന്താണ് തൊട്ടടുത്ത് പ്രോസസറിനോട് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ഓക്കെ ആണല്ലോ. അപ്പൊ ആദ്യം പ്രോസസർ എവിടെയുണ്ടെന്ന് നോക്കുക. ഡാറ്റ, പ്രോസസറിന് വേണ്ട ഡാറ്റ ക്യാഷിലുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, റാമിലേക്കും സെക്കൻഡറിയിലേക്കും പോവുള്ളൂ. അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞു. ക്യാഷ് കഴിഞ്ഞു, റാം കഴിഞ്ഞു, റോം കഴിഞ്ഞു. റാമിന്റെ സെപ്പറേറ്റ് എന്താണ് ക്ലാസിഫിക്കേഷൻസും പറഞ്ഞു, അതും കാണിച്ചു തന്നു. അപ്പൊ നമ്മൾ ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല. കാരണം ഇതൊക്കെ നമുക്ക് പറഞ്ഞു പോവുകയാണെങ്കിൽ ഇതിലൊക്കെ ഓരോ നമ്മളിപ്പോ കമ്പ്യൂട്ടർ ആയിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ഇതിലെ പിന്നിന്റെ എണ്ണമൊക്കെ പഠിക്കണം. പിൻ, ഇതിന്റെ പാക്കേജ്, എത്ര IC ഉണ്ട്, അതൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് വരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അത് പറയാത്തത്. വെറുതെ പറഞ്ഞു എന്തിനാ വെറുതെ നിങ്ങൾ തല കൊണ്ടാക്കണേ. അപ്പൊ നമുക്ക് അതൊന്നും ചോദിക്കത്തില്ല. ടൈപ്പുകൾ മാക്സിമം ചോദിക്കും, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കുറച്ച് എക്സ്ട്രാ ചോദിച്ചാലും പറയാനായിട്ടുള്ളതും തന്നു കഴിഞ്ഞു. ഇനി അടുത്തതാണെന്ത്, ദ്വിതീയ മെമ്മറി അല്ലെങ്കിൽ സെക്കൻഡറി അല്ലെങ്കിൽ ഓക്സിലറി. ഈ പേരുകളൊക്കെ ഓർത്ത് വെച്ചേക്കുക. സെക്കൻഡറി അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറി എന്നാണ് ദ്വിതീയ സംഭരണിക്ക് പറയുക. അപ്പൊ ദ്വിതീയ മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ റാമിൽ നിന്നും വ്യത്യസ്തമാണ്. എന്താ, കമ്പ്യൂട്ടർ ഓഫ് ചെയ്താലും ഒരു മിനിറ്റ്, ചിലപ്പോ ഞാൻ മറന്നു പോകും ഈ റെക്കോർഡ്, ഈ മൈക്ക് ഓൺ ചെയ്യാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം 2 തവണ പറ്റിപ്പോയി. ഇത് ഞാൻ റെക്കോർഡ് ചെയ്യാനിടും, പിന്നെ എന്ത് ചെയ്യും, ഇതിൽ മൈക്ക് ഓൺ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ മറ്റു സാർമാരുടെ ക്ലാസ് എടുക്കുമ്പോൾ അത് ഓൺ ചെയ്ത് ഇടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ അത് ഓഫ് ചെയ്തിടും. പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ മറന്നു പോകും. അതാ പറ്റണേ. അപ്പൊ ദ്വിതീയ മെമ്മറിയാണ്. ദ്വിതീയ മെമ്മറി അല്ലെങ്കിൽ ദ്വിതീയ സംഭരണി, സെക്കൻഡറി അല്ലെങ്കിൽ ഓക്സിലറി സ്റ്റോറേജ് ആണ്. അപ്പൊ ദ്വിതീയ മെമ്മറി സ്ഥിരം മെമ്മറിയാണ്. നോക്കുക, ഇത് വോളറ്റൈൽ അല്ല, നോൺ വോളറ്റൈൽ ആണ്. അപ്പൊ റാമിൽ നിന്നും വ്യത്യസ്തമായിട്ട് കമ്പ്യൂട്ടർ ഓഫ് ചെയ്താലും ഈ ഉപകരണങ്ങളിൽ എന്ത് ചെയ്യും, സംഭരിച്ചിട്ടുള്ള ഡാറ്റ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ദ്വിതീയ മെമ്മറി റാമിനേക്കാൾ വളരെ വലിപ്പമുള്ളതാണ്. വലിപ്പം കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസിലും അതുപോലെ കപ്പാസിറ്റിയിലും കൂടുതൽ വിവരങ്ങൾ സ്റ്റോർ ചെയ്യാം. പക്ഷെ എന്നാൽ ഇതിനെന്താണ്, വേഗത കുറച്ച് കുറവാണ്. പ്രോഗ്രാമും ഡാറ്റയും ഇതിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിലും പ്രോസസറിന് അവയെ നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഏത് മുഖേനേ പറ്റുള്ളൂ, പ്രൈമറി മെമ്മറി മുഖേനയാണ് ഇവയായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കമ്പ്യൂട്ടറിൽ നിന്നും വേറൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റയോ പ്രോഗ്രാമുകളോ കൈമാറ്റം ചെയ്യാൻ ദ്വിതീയ മെമ്മറി ഉപയോഗിക്കുന്നു. ഇതൊരു ബാക്കപ്പ് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. സംഭരണ ഉപകരണങ്ങളുടെ പ്രധാന തരം തിരിവുകളാണ് മാഗ്നറ്റിക്, ഒപ്റ്റിക്കൽ, സെമി കണ്ടക്ടർ മെമ്മറി എന്നിവ. അപ്പോൾ സെക്കൻഡറി മെമ്മറിയുടെ ക്ലാസിഫിക്കേഷൻ ആണ് മാഗ്നറ്റിക് മെമ്മറി, ഒപ്റ്റിക്കൽ, സെമി കണ്ടക്ടർ മെമ്മറി എന്നിവ. അപ്പൊ അത് ഏതൊക്കെയാന്ന് നോക്കാം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ മൈക്രോ പ്രോസസറിന് ഡയറക്റ്റ് സെക്കൻഡറി മെമ്മറി ആയിട്ട് എന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്തത്? പ്രൈമറിയാ. ഇവൻ വഴിയാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്തുകൊണ്ടാ? എനിബഡി? ആർക്കെങ്കിലും പറയാവോ? അറിയില്ല. അറിയില്ല. ആരുമില്ല? കമ്പ്യൂട്ടർ പഠിച്ചവരാരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഒന്നും വേണ്ട, എന്തെങ്കിലും ഒരു ചെറിയൊരു നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റുമോ? എനിബഡി എന്തേലും പറ. പറ്റുമോ?
കൂടെ പറയോ? ഞാൻ കേട്ടില്ലായിരുന്നു. അറിയുന്നതാണെന്ന് നോക്കാം. അതായത് മൈക്രോ പ്രോസസ്സറിന് ഡയറക്റ്റ് ആയിട്ട് സെക്കൻഡറി മെമ്മറി, അതായത് ഹാർഡ് ഡിസ്ക് ആയിട്ടൊന്നും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റത്തില്ല. പകരം പ്രൈമറി മെമ്മറി വഴിയേ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതെന്തുകൊണ്ടാണെന്നാണ് ഞാൻ ചോദിച്ചത്. സെക്കൻഡറി ഡിവൈസസ് എക്സ്റ്റേണലി കണക്ട് ചെയ്യണമെന്നല്ലേ? അതുകൊണ്ടാണ്. എന്താ പറഞ്ഞേ? സെക്കൻഡറി ഡിവൈസസ് എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്ന അങ്ങനത്തെ ആ ഒരു ഇതാണ്. ക്ലിയർ ഇന്റർഫേസ് ആയില്ല. വേണമെന്നുള്ള ഒന്നുകൂടെ അങ്ങനത്തെ ഒരു സംസാരിക്കും. സെക്കൻഡറി മെമ്മറി എക്സ്റ്റേണൽ ഡിവൈസ് ആയതുകൊണ്ടാണോ എന്നാണ് ചോദിച്ചത്. എക്സ്റ്റേണൽ ഡിവൈസ് ആയതുകൊണ്ടല്ല. അതുകൊണ്ടാണോ? അങ്ങനെ നമ്മൾ സാധാരണ PS2 USB ഒക്കെ വഴിയല്ലേ അത് നമുക്ക് എക്സ്റ്റേണൽ മെമ്മറി കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, പക്ഷെ ഞാൻ അതല്ല ഹൈ ലെവലും ലോ ലെവലും ലാംഗ്വേജ് വെച്ചിട്ടാണോ? ഹൈ ലെവലും അല്ല, അതുകൊണ്ടല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. നമ്മള് നോൺ വോളട്ടൈൽ ആയ കാരണമാണോ സാറേ? നോൺ വോളട്ടൈൽ ആയ കാരണമാണോ? അല്ലല്ല, അതൊന്നുമല്ല. അല്ല. അപ്പൊ റോം നോൺ വോളറ്റൈൽ അല്ലേ? റോമുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണ്ടല്ലോ. അപ്പൊ അറിയില്ല സാർ, പറഞ്ഞോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ പ്രോസസർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസസറിന്റെ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി, സ്പീഡ് എന്ന് പറയുന്നത് വളരെ വലിയ സ്പീഡാണ്. അതായത് പ്രോസസർ അറ്റ് എ ടൈം 2-3 കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഈ പ്രോസസറിന്റെ സ്പീഡിനോട്, അതായത് ഇപ്പൊ നമ്മള് എന്താ ഇപ്പൊ പറയാ, ബെസ്റ്റ് എക്സാമ്പിൾ, നിങ്ങളുടെ അടുത്തൊരു മേസ്തിരി വരികയാണ്. ഈ സിമെന്റ് പണിക്കാർ, തേപ്പ് പണിക്കാർ കണ്ടിട്ടില്ലേ? ചില മേസ്തിരിമാര് ചട്ടിയില് ഈ എന്താ പറയാ, അതിനെന്താ പറയാ, ഈ എന്താ പറയാ, ഈ സിമെന്റ് മിക്സിങ്ങിന് എന്തോ പറയൂലോ ലോക്കൽ ലാംഗ്വേജില്, ചാന്തോ പേസ്റ്റോ, അത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ സഹായിനെ ചീത്ത പറയും ഇല്ലേ? പറയില്ലേ? വേഗം കൊണ്ടുവന്ന് ഇടാന്ന് പറയില്ലേ? അപ്പൊ ഈ സഹായി ഒന്ന് സ്ലോ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സഹായിക്ക് ഏത് നേരം ചീത്ത കിട്ടാനേ വഴിയുള്ളൂ. മനസ്സിലാവുണ്ടോ? അപ്പൊ ഈ പ്രോസസർ ആണ് ആര്? നമ്മള് ഫാസ്റ്റ് തേക്കണ മേസ്തിരി. മനസ്സിലാവുണ്ടോ? ഇത് മേസ്തിരി. ഇനി ചട്ടി കൊണ്ടു കൊടുക്കുന്നവനാണ് ആര്? നമ്മുടെ സ്ലോ ആയിട്ടുള്ള, ഇവൻ സ്ലോ ആണ്. ഇവനാണെന്ത്? ചീത്ത കേൾക്കണ തൊഴിലാളി. മനസ്സിലായോ? അപ്പൊ ഇവൻ സ്ലോ ആയിട്ട് കൊണ്ടു തന്നെ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മൈക്രോ പ്രോസസറിന്റെ കാര്യങ്ങളൊന്നും നടക്കൂല. അപ്പൊ കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള ആളുടെ കയ്യിലേക്ക് ഡാറ്റ കൊടുക്കും. ഇവനിലേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇവനും തമ്മിൽ സിങ്ക് ആവും. സ്പീഡ് തമ്മിൽ, ഇവർ തമ്മിലുള്ള സ്പീഡ് മാച്ചിങ് ആണ്. ഇവര് തമ്മിലുള്ള സ്പീഡ് എന്തല്ല? മാച്ച് അല്ല. അതുകൊണ്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ മനസ്സിലായോ? അതാണ് കാര്യം. ഓക്കെ, അപ്പൊ ഇതിന്റെ പിന്നിൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ അറിയണം കേട്ടോ. അതെവിടെ നിങ്ങൾക്ക് കിട്ടൂല. അപ്പൊ അത് നോക്കി വെച്ചേക്കുക. ഇപ്പൊ സംശയം മാറിയല്ലോ. മേസ്തിരിയുടെ കാര്യം ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തത്, ഇനി നമ്മൾ മാഗ്നറ്റിക് ദ്വിതീയ മെമ്മറിയിലേക്ക് പോവാണേ. അപ്പൊ ദ്വിതീയ മെമ്മറി എന്ന് വെച്ച് കഴിയുമ്പോൾ മാഗ്നറ്റിക്, ഒപ്റ്റിക്കൽ, സെമി കണ്ടക്ടർ മെമ്മറി എന്നിവയാണ് ഞാൻ പറഞ്ഞു. പ്രൈമറി മെമ്മറി നമുക്ക് റാം, റോം, പിന്നെ ക്യാഷ്. എന്തില്ല? രജിസ്റ്റർ ഇല്ല. രജിസ്റ്റർ ഇല്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സെക്കൻഡറി മെമ്മറി ആണെന്ത്? ഏതൊക്കെയാ? മാഗ്നറ്റിക്, ടേപ്പ് ഡിസ്ക്, ഒപ്റ്റിക്കൽ, സെമി കണ്ടക്ടർ മെമ്മറി. അതായത് മാഗ്നറ്റിക് ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ്, പെൻ ഡ്രൈവ്, ഫ്ലോപ്പി, CD, ഇതൊക്കെ എന്താണ്? സെക്കൻഡറി മെമ്മറിക്ക് എക്സാമ്പിൾസ് ആണ്. ഇനി അതിൽ തന്നെ മാഗ്നറ്റിക് ഡിസ്കും ടേപ്പും ഉണ്ട്. അതാണ് എന്ത്? മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ്. ഏതൊക്കെയാ? കാന്തിക വസ്തുക്കൾ പുതിയ പ്ലാസ്റ്റിക് ടേപ്പോ മെറ്റൽ പ്ലാസ്റ്റിക് ഡിസ്കോ ആണ് കാന്തിക സംഭരണങ്ങളായി ഉപയോഗിക്കുന്നത്. അതായത് പ്ലാസ്റ്റിക് ആയിട്ടുള്ള
ടേപ്പുകളിലോ അല്ലെങ്കിൽ ഡിസ്കുകളിലോ മാഗ്നറ്റിക് മെറ്റീരിയൽ പൂശും അതിന്റെ ഉപരിതലത്തിന് മാത്രം. അങ്ങനെ അതിന് മാഗ്നറ്റിക് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് അതിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഉപകരണങ്ങളെയാണ് കാന്തിക ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഈ ഉപകരണങ്ങളിൽ ഡാറ്റ കാന്തികമായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇതിലേക്ക് ഡാറ്റ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ഡാറ്റ ഈ ഉപകരണങ്ങളിൽ നിന്ന് ഉപയോഗിക്കുന്നത് റീഡ് അല്ലെങ്കിൽ റൈറ്റ് ഹെഡ് ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിക്കുക. അപ്പൊ സോ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് റീഡ് അല്ലെങ്കിൽ റൈറ്റ് ഹെഡ്, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. ഇതാണ് ഒരു മാഗ്നറ്റിക് ഡിസ്ക്, കണ്ടോ, ഇതാണ് റീഡ് അല്ലെങ്കിൽ റൈറ്റ് ഹെഡ്. ഇത് ഒന്നല്ലെങ്കിൽ എന്താ മെറ്റൽ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതെന്തായിരിക്കാം, ഇത് പ്ലാസ്റ്റിക് ആയിരിക്കും. ആ പ്ലാസ്റ്റിക്കിന്റെ മുകളിൽ മാഗ്നറ്റിക് മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ട്. സോ ഇത്തരത്തിലൊരു മാഗ്നറ്റിക് ഫീൽഡിൽ യൂസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഡാറ്റ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നതും അതിൽ നിന്ന് ഡാറ്റ റിട്രീവ് ചെയ്യുന്നത്. അത് നമ്മൾ എങ്ങനെയാണ് അതിന്റെ മെക്കാനിസം എന്ന് നോക്കേണ്ടത്. ഇതൊരു മാഗ്നറ്റിക്, പണ്ട് കാലത്ത് ഒരു 3rd ജനറേഷൻ 2nd ജനറേഷൻ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറി ഡിവൈസ് ആണ്. ഇതാണ് മാഗ്നറ്റിക് ടേപ്പ്, കണ്ടോ. ഇത്രയും വലിയൊരു മെമ്മറി യൂണിറ്റ് ആണ് ഉണ്ടാവുക. ഇന്ന് കാലത്തെ കമ്പ്യൂട്ടറിൽ ആകെ CPU തന്നെ എത്രേ ഉള്ളൂ. ഇതൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ തന്നെയാണ്, മെമ്മറി യൂണിറ്റ് ആണിത്. ഓക്കെ, പിന്നെ മറ്റ് മാഗ്നറ്റിക് ടേപ്പുകൾക്ക് എക്സാമ്പിൾ ആണ് ഇതൊക്കെ. നമ്മൾ പണ്ട് VCD അല്ലെ, VCDയിൽ ഇട്ടിട്ടാണ് നമ്മളെ ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പടം ഇതേപോലത്തെ പണ്ട് CD മൂസ് ഇതിലാണോ? ജുറാസിക് പാർക്കൊക്കെ കണ്ടിട്ടുണ്ടോ? ആനക്കോണ്ട, അത് തന്നെ ആനക്കോണ്ടയൊക്കെ. ഇത് ഇത്തരത്തിലുള്ള CD കടകളാണ്, മറ്റ് ഈ കാസറ്റ് കടകളാണ് പണ്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ ഇതൊക്കെയാണ് എന്ത് മാഗ്നറ്റിക് ടേപ്പുകൾക്ക് എക്സാമ്പിൾ. ഇതൊക്കെ കാസറ്റ് ഒക്കെ മാഗ്നറ്റിക് ഒരു ടൈപ്പിൽ വീതി കുറഞ്ഞ മാഗ്നറ്റിക് ടേപ്പുകളാണ്. സോ ആദ്യം കാണിച്ചത് എന്താണ്, ഇച്ചിരി വീതി കൂടിയത്, കമ്പ്യൂട്ടറിലൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ചുകൂടെ വീതി കൂടിയ ടൈപ്പാണ്. അത് പല ടൈപ്പിലുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മാഗ്നറ്റിക് ടേപ്പുകൾക്കും ഡിസ്കുകൾക്കും എക്സാമ്പിൾ. സോ അതിലും ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് അതിലേക്കാണ് ഡാറ്റ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ എന്ത് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്. അപ്പൊ ഡാറ്റ ഈ ഉപകരണങ്ങളിൽ നിന്ന് ഉപയോഗിക്കുന്ന റീഡ് അല്ലെങ്കിൽ റൈറ്റ് ഹെഡ് ആണ്. അത് നമ്മൾ കണ്ടു. നമ്മുടെ ടേപ്പ് റെക്കോർഡറിലൊക്കെ ഒരു ചെറിയൊരു പിന്നു പോലത്തെ സാധനമുണ്ട്. അപ്പൊ ചില പ്രശസ്ത കാന്തിക സംഭരണ ഉപകരണങ്ങളാണ് മാഗ്നറ്റിക് ടേപ്പുകൾ, അതുപോലെ ഹാർഡ് ഡിസ്കുകൾ. ഇപ്പോഴത്തെ ഹാർഡ് ഡിസ്ക് അല്ല, പണ്ടത്തെ, ഇപ്പോഴത്തെ ഉണ്ട്, പക്ഷെ പണ്ട് എന്തായിരുന്നു, പണ്ടായിരുന്നു അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ വരുന്ന ഹാർഡ് ഡിസ്കിലൊക്കെ വെറ്റ് ടെക്നിക്കിലൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, ജസ്റ്റ് അത് മാത്രം മാഗ്നറ്റിക് ഡിസ്ക് ആൻഡ് ടേപ്പ് എന്ന് പറഞ്ഞു വെച്ചാൽ മതി. അത് എങ്ങനെയാണ് അതിലേക്ക് റൈറ്റ് ചെയ്യണമെന്ന് നമ്മളോട് ചോദിക്കത്തില്ല. ഓക്കെ, ഇനി അടുത്ത ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണങ്ങളാണ്. ഏതൊക്കെയാണ് നമുക്ക് പറഞ്ഞ CD, പിന്നെ ഇതുപോലെ തന്നെ പെൻഡ്രൈവ് അല്ല, പെൻഡ്രൈവ് ഒപ്റ്റിക്കൽ അല്ല, CD ആണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ അതാണ് എന്ത്, CD, DVD, ബ്ലൂറേ, ഇതൊക്കെയാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസ്. കാരണം ഇതിൽ ലൈറ്റ്, ലേസർ ലൈറ്റുകൾ യൂസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതും അതിൽ നിന്ന് ഡാറ്റ റിട്രീവ് ചെയ്യുന്നു. ശക്തി കുറഞ്ഞ ലേസർ ലക്ഷ്മികൾ ഉപയോഗിച്ചിട്ടാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണങ്ങളിൽ ഡാറ്റ സംഭരിക്കുകയോ അവിടെ നിന്ന് തിരിച്ചെടുക്കുകയോ ചെയ്യുന്നത്. വൃത്താകൃതിയിലുള്ള 2 പ്ലാസ്റ്റിക് ഡിസ്കുകൾക്കിടയിലൂടെ അലുമിനിയത്തിന്റെ ഒരു തകിട് ചേർത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മേക്കിംഗ് ഒക്കെ സെയിം ആണ്. ഒന്ന് പ്ലാസ്റ്റിക് മെറ്റീരിയൽ, അലുമിനിയത്തിന്റെ ഒരു തകിട് എന്ത് ചെയ്യും, ചേർത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. തുടർച്ചയായിട്ടുള്ള ഈ സ്പൈറൽ പിറ്റ്സ് ആൻഡ് ലാച്ച് രൂപത്തിലാണ് ഡാറ്റ എഴുതപ്പെടുന്നത്. പിറ്റ്സ് ആൻഡ് ലാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെക്നിക്കൽ ടൈം ആണ്. നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, ഞാനും കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഒരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ, കണ്ടോ, CD എഴുതണ കണ്ടോ, ഇങ്ങനെ ഒരു ഡോട്ട് ഡോട്ട് കണ്ടോ. ഇതിനെയാണ് പിറ്റ്സ്. പിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴികളും, ലാച്ച് എന്ന് വെച്ചാൽ തടങ്ങളും. അതായത് ഒരു ബൈനറി 0യും 1ഉം റെപ്രസെന്റ് ചെയ്യുന്ന ഒരു രീതിയാണ് കാണിച്ചേക്കണേ. നമ്മൾ ടെക്നിക് വൈസ് ഒന്നും നമ്മൾ അത്ര നോക്കണ്ട. ഇതേപോലെ അതൊന്ന് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ബൈനറിയും 0യും 1ഉം ഈ രീതിയിലാണ് അതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോസ് ചെയ്തിട്ടുണ്ടാവുക. മനസ്സിലാവുണ്ടോ? ഓക്കെ, കണ്ടോ, അതാണ് പിറ്റ്സ് ആൻഡ് ലാച്ചിനെ 0ആയിട്ടും 1ആയിട്ടും എടുക്കുന്നുണ്ടോ. പിറ്റ്സിനെ നമ്മൾ 0, പിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴി, ലാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, അങ്ങനെയാണ് അതിൽ എടുക്കുക. കൂടുതൽ അളവിലും കുറഞ്ഞ ചെലവിലും നിർമ്മിക്കാൻ സാധിക്കുന്ന പ്രശസ്തമായ ഒരു ദ്വിതീയ സംഭരണ ഉപകരണമാണ് ഒപ്റ്റിക്കൽ ഡിസ്ക്. CD ആരാ കണ്ടുപിടിച്ചത്? CD യുടെ എക്സ്പാൻഷൻ എന്താ?
കോമ്പാക്ട് ഡിസ്ക്. ഇത് കണ്ടുപിടിച്ച ആരാ? ഫിലിപ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഫിലിപ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഓർത്ത് വെച്ചേക്കുക CD കണ്ടുപിടിച്ചത്. ദെൻ DVD എന്താ? DVD സ്റ്റാൻഡ്സ് ഫോർ DVD എന്താ? ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നാണ് DVD. പിന്നെ ബ്ലൂറേ ഡിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ കപ്പാസിറ്റി കൂടിയിട്ടുള്ള ഡിസ്ക് ആണ്. അപ്പൊ അതിന്റെ ഒരു കമ്പാരിസൺ ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോ എന്താണ് CD DVD കണ്ടു കഴിഞ്ഞ്, അപ്പൊ CD ഉണ്ട് DVD ഉണ്ട്. ഒരു ബ്ലൂറേ ഡിസ്കിന്റെ അതാവുന്നു, കറക്റ്റ് ആയിട്ട് വരുന്നു. അപ്പൊ ഇതില് പെരിമീറ്റർ ഒക്കെ സെയിം ആണ്. ഇതിന്റെ ഡിസ്ക് ഡയമീറ്റർ 120 mm ആണ് ഇതിന്റെ ഡയമീറ്റർ. ആ സൈസ് എന്ന് പറയുന്നത് അതെല്ലാത്തിനും സെയിം ആണ്. കാരണം സൈസ് ചെറുതല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനനുസരിച്ചുള്ള റൈറ്റിംഗ് റീഡിംഗ് ഒക്കെ മാറ്റേണ്ടി വരും. സോ നിങ്ങൾ ഇതിന്റെ ഡയമീറ്റർ ശ്രദ്ധിക്കുക. തിക്നെസ് ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, തിക്നെസ് സെയിം ആണ് എല്ലാത്തിലും. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ലേസർ വേവ് ലെങ്ത്. ഇതിൽ എങ്ങനെയാണ് മാറ്റം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ CD-യിലും പിന്നെ അതുപോലെ DVD-യിലും റെഡ് ലേസർ ആണ് യൂസ് ചെയ്യുന്നത്. റെഡ് ലേസർ വേവ് ലെങ്ത് കൂടിയിട്ടുള്ള വേവ് ലെങ്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ബ്ലൂ റേ ഡിസ്കില് വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റ് ബ്ലൂ കളറിലുള്ള വേവ് ലെങ്ത് ബ്ലൂ ലേസർ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക. വീണ്ടും ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് കാര്യം പറഞ്ഞു. വേവ് ലെങ്ത് കൂടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡിന്റെ കാലിന്റെ സൈസ് കൂടുതൽ, അതായത് ഇതാണ് വേവ് ലെങ്ത് കൂടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയായിരിക്കും. എന്നാൽ ബ്ലൂവിന്റെ വേവ് ലെങ്ത് ഇതാ ഇങ്ങനെയായിരിക്കും പോവുക. വേവ് ലെങ്ത് കുറവാണ്. ഈ ഒരു പീക്കിന്ന് തൊട്ടിട്ട് ഈ ഒരു ഇതുവരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് വേവ് ലെങ്ത്. അപ്പൊ ഇവിടെ എന്താണ് ഇത്ര ഉള്ളൂ, കണ്ടോ? വേവ് ലെങ്ത് ഇതാണ് ലാംഡ, ഇവിടെ ഇതാണ് ലാംഡ. അപ്പൊ CD-യിലെ ഏതെങ്കിലും ഒരു പൊസിഷനെ കറക്റ്റ് ആയിട്ട് അഡ്രസ് ചെയ്യാനായിട്ട് ഈ ചെറിയ വേവ് ലെങ്ത് ഉള്ള ലേസർ രശ്മിക്ക് കഴിയും. മനസ്സിലാവുണ്ടോ? ഇതേപോലെ അഡ്രസ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ചുകൂടെ അടുപ്പിച്ച്. ഇത് DVD-യുടെ കേസാണ് പറഞ്ഞത്. അപ്പൊ ബ്ലൂ ലേസർ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അടുപ്പിച്ച് കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ട് ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും? അതിലേക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ബ്ലൂറേക്ക് ഏകദേശം 10-50 GB വരെയൊക്കെ ഒരു ഡിസ്കിൽ തന്നെ കപ്പാസിറ്റി ഉണ്ട്. എന്നാൽ നേരെ മറിച്ച് CD-ക്കോ 650 780 ആണ്. 650 MB 700 MB വരെയൊക്കെ ഇതിന് പറ്റുള്ളൂ. DVD ആണെങ്കിൽ DVD-യിൽ എങ്ങനെയാ കപ്പാസിറ്റി ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പേസുകൾ കണ്ടോ, ഇവിടെ കാണുന്ന സ്പേസുകൾ പരമാവധി കുറച്ചിട്ടാണ് എന്ത് ചെയ്യുക, DVD-യിൽ ഇതിന്റെ കപ്പാസിറ്റി കൂട്ടി എന്ത് ചെയ്യുന്നത്, ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്നാൽ ബ്ലൂറേയില് ബ്ലൂ ലേസർ രശ്മികൾ യൂസ് ചെയ്തിട്ടാണ് വളരെ വലിയ ഒരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഹൈ ഡെഫിനിഷൻ ഗെയിംസ് അതുപോലെ വീഡിയോസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ബ്ലൂറേ ഡിസ്കുകൾ യൂസ് ചെയ്യുന്നത്. അത് ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അത്രയും ക്ലിയർ ആയാൽ മതി. നമ്മൾ അതിന്റെ ഉള്ളില് ടെക്നിക്കലി എങ്ങനെയാണ് ബൈനറി ഇമ്പോസ് ചെയ്യണമെന്നും PSC നമ്മളോട് ചോദിക്കില്ല. കപ്പാസിറ്റി വൈസ് CD-ക്ക് ഏറ്റവും കുറവ്, DVD-ക്ക് പിന്നെ കൂടുതൽ 4.2 to 15 GB. ബ്ലൂറേ ആണെന്നുണ്ടെങ്കിൽ ഒരു 50 GB വരെയൊക്കെ എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാം. പിന്നെ വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണത്തില് റെഡ് ലേസർ രശ്മികളാണ്. ബ്ലൂറേയില് ബ്ലൂ വേവ് ലെങ്ത് കുറഞ്ഞ ബ്ലൂ വേവ് ലെങ്ത് ഉള്ള ലേസർ രശ്മികളാണ് ഉപയോഗിക്കുക. അടുത്ത ആണ് വരുന്നത് എന്താണ്, നമ്മുടെ അർദ്ധചാലക സംഭരണി, ഫ്ലാഷ് മെമ്മറി എന്ന് പറയും. അതായത് നമ്മുടെ USB ഇതേപോലത്തെ മൈക്രോ SD കാർഡൊക്കെ. അപ്പൊ എന്താണ് ഫ്ലാഷ് ഡ്രൈവുകൾ? ഡാറ്റ നമുക്കറിയാം, ഇതെല്ലാം നിങ്ങളെല്ലാം കൈകാര്യം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ ഡാറ്റ സംഭരണത്തിനായി ഇലക്ട്രിക്കലി ഇറേസബിൾ PROM ചിപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ROM ചിപ്പുകളാണ് ഇതില് ഇലക്ട്രിക്കലി. കണ്ടോ, ആ റോമിനെ എടുത്ത് എന്ത് ചെയ്തു, ഈ ചെറിയൊരു സാധനത്തിലേക്ക് ആക്കി. നമ്മൾ റോമിൽ പറഞ്ഞൊരു മൂന്നാമത്തെ കാറ്റഗറി ഉണ്ട്, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അതിന് നമ്മൾ ചെറിയ രൂപത്തിലേക്ക് ആക്കി കൊണ്ടു നടക്കാവുന്ന രീതിയിലേക്ക് ആക്കി. അപ്പൊ ഇതിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഓരോ തവണ നമ്മൾ കോപ്പി ചെയ്തിട്ട് നമുക്ക് അതിലെ ഡാറ്റ കളഞ്ഞിട്ട് വീണ്ടും പുതിയത് നിറയ്ക്കാം. അത്രേ ഉള്ളൂ. ഇതാണ് എന്ത് ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ചലനാത്മകമായ ഭാഗങ്ങളൊന്നും തന്നെ ഇതിൽ ഇല്ലാത്തതിനാൽ ആഘാതത്തെ പ്രതിരോധിക്കുന്നതാണ് ഇത്. മറ്റ് ദ്വിതീയ മെമ്മറിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഫ്ലാഷ് മെമ്മറി വേഗതയേറിയതും
കേടുകൂടാതെ കുറെ കാലം നിൽക്കുന്നതുമാണ്. അപ്പൊ CD ഒക്കെ നമ്മൾ കുറച്ച് എഴുതി കഴിയുമ്പോൾ അതിൽ സ്ക്രാച്ച് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് റീഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. സോ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറ്റിയത് പെൻ ഡ്രൈവുകളുടെ വരവോട് കൂടിയിട്ടാണ്. അപ്പൊ CD ഒന്നും ഇപ്പൊ കാണാൻ പോലും കിട്ടാറില്ല അല്ലെ? ഇനി കിട്ടുവാണെങ്കിൽ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ യുവജനോത്സവത്തില് മറ്റേ മയക്കുകാരുടെ അടുത്ത് എന്ത് ചെയ്യും, കുട്ടികളുടെ ഡാൻസ് കൊടുക്കാനൊക്കെ ആയിട്ടാണ് CD യൂസ് ചെയ്യുക. ഇപ്പോൾ അത് മാറി പെൻ ഡ്രൈവ് ആയി തുടങ്ങി. കല്യാണത്തിന്റെ ഒക്കെ CD-യാണ് സാർ. കല്യാണത്തിന്റെ ഇപ്പോഴും CD ആണോ? അതൊക്കെ മാറ്റിക്കോട്ടോ. അല്ല ഉണ്ട്, പക്ഷെ CD-യാണ് പണ്ടത്തെ. കല്യാണം ഒരു 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 നാളിൽ എല്ലാവർക്കും കല്യാണത്തിന്റെ വീഡിയോ കാണുന്നത് CD-യിലിട്ടായിരുന്നു. അതാ പറഞ്ഞത്, നമ്മള് ടെക്നോളജി വർദ്ധിക്കും തോറും ഇതൊക്കെ കാലഹരണപ്പെട്ടു പോകും. അപ്പൊ അതിൽ ഒരു എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ പെൻഡ്രൈവ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലിമിറ്റിൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിന് ഇന്റേണൽ ഡാമേജ് ഒക്കെ പറ്റിക്കഴിഞ്ഞാലാണ് ഡാറ്റ ലോസ് ആവുള്ളൂ. പക്ഷെ ഇതിൽ റിട്രീവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇതിൽ എത്ര സ്റ്റോർ ചെയ്ത് വെച്ചാലും വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം ചില കാര്യങ്ങളും ഇതുവഴി സംഭവിക്കാവുന്നുള്ളൂ. ഇതൊക്കെ റിട്രീവ് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാമൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റാസ് ഒന്നും അതിലൊന്നും ഫോണിൽ മറ്റേതിലൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. ഈ റീഡ് ഓൺലി മെമ്മറി ആണെങ്കിൽ കൂടി ചില സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് അതൊക്കെ നമുക്ക് എടുക്കാം. അത് മിസ്യൂസ് ആക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു നിശ്ചിത പ്രാവശ്യം മാത്രമേ എന്താ പറ്റുള്ളൂ, എഴുതാൻ സാധിക്കുള്ളൂ എന്നത് ഇതിന്റെ ഒരു പരിമിതമാണ്. USB, ഫ്ലാഷ് മെമ്മറി കാർഡ് എന്നിവ വിവിധ തരത്തിലുള്ള ഫ്ലാഷ് മെമ്മറികളാണ്. അപ്പൊ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് ആരാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടക്കുന്ന ഒരു കൊറിയക്കാരനുണ്ട്, ഇദ്ദേഹമാണ് കണ്ടുപിടിച്ചത്. പെൻഡ്രൈവ് കണ്ടുപിടിച്ചത് ആരാണ്? പേരെങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പുവ കെയ്ൻസെങ് ആണ് ഇത് കണ്ടുപിടിച്ചത്. 2000-ലാണ് ഏത് കണ്ടുപിടിച്ചത്? പെൻഡ്രൈവ് കണ്ടുപിടിച്ചതെന്ന് ഓർത്ത് വെച്ചേക്കുക. പെൻഡ്രൈവ് പല സൈസിൽ അവൈലബിൾ ആണ്. അത് നമ്മളിപ്പോ നോക്കേണ്ട ആവശ്യമില്ല. 32 GB, പണ്ടൊക്കെ 8 GB പെൻഡ്രൈവ് ആയിരുന്നു. അല്ല 4 GB ഉണ്ടെങ്കിൽ തന്നെ അവൻ രാജാവാ. പിന്നെ 8 GB വരാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് 32 GB ആയി, പിന്നെ 64 ആയി. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അതൊരു സെക്കൻഡറി മെമ്മറിയാണ്. അപ്പൊ ആരാണ് പെൻഡ്രൈവ് കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്ത് വെച്ചേക്കുക, പുവ കെയ്ൻസെങ്. PKS എന്നെങ്ങാനും ഓർത്ത് വെച്ചേക്കുക. PKS, പുവ കെയ്ൻസെങ് ആണ് കണ്ടുപിടിച്ചത്. അങ്ങനെ അതും കഴിഞ്ഞു. അപ്പൊ ഏകദേശം നമ്മുടെ മെമ്മറി തീർന്നിട്ടുണ്ട്. മെമ്മറി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞു +1 SCERT-യിലെ ടെക്സ്റ്റ് ബുക്ക് ആണ്. ഇനി ഇതിൽ വരുന്ന ഏതാനും ചില രജിസ്റ്ററുകളോട് ഉണ്ട്. സമയമായോ? ഇല്ല, ഒരു 10 മിനിറ്റോടെ ഉണ്ട്. അപ്പൊ ഞാൻ ആ രജിസ്റ്ററോടെ ഒന്ന് പറയട്ടെ. ഇത് ഇത്രേ ഉള്ളൂ, ഈ കാര്യങ്ങളുള്ളൂ. പറഞ്ഞോട്ടെ. പെട്ടെന്ന് തീർക്കാവേ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ രജിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പ്രോസസറിന്റെ ഉള്ളിലുള്ള തന്നെ മെമ്മറിയുടെ ഭാഗത്ത് വരാത്ത ചില ചില ഓപ്പറേഷൻസിന്റെ ഡാറ്റാസ് ഇന്റർമീഡിയറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭരണ അറകളാണ് രജിസ്റ്ററുകൾ. സോ രജിസ്റ്ററുകൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട പ്രോസസറിന്റെ ഉള്ളിൽ വരുന്ന രജിസ്റ്റർ ഏതാനും ചില രജിസ്റ്ററുകളാണ്. ഇത് ചോദിക്കുന്നതാണ്. അക്യുമുലേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾ നോക്കുക, ആഡ് AB. ഈ എയും ബിയും കമ്പ്യൂട്ടറിനുള്ളിലെ രജിസ്റ്ററുകളാണ്. സോ എ എന്നുള്ള രജിസ്റ്ററിൽ ഹോൾഡ് ചെയ്തിട്ടുള്ള വാല്യൂ ബി എന്ന രജിസ്റ്ററിൽ ഹോൾഡ് ചെയ്തിട്ടുള്ള വാല്യൂ കൂടി ആഡ് ചെയ്തിട്ട് എയിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണിത്. സോ എയിൽ നിങ്ങൾ 10 എന്നുള്ള ഒരു വാല്യൂ, ബിയിൽ 5 എന്നുള്ള ഒരു വാല്യൂ ആണെങ്കിൽ 10ഉം 5ഉം കൂട്ടിയിട്ട് എന്ത് ചെയ്യും, ഈ എ എന്നുള്ള ഒരു രജിസ്റ്ററിൽ സേവ് ചെയ്ത് വെക്കും. ആര്? കൺട്രോൾ യൂണിറ്റ്. സോ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഏതെങ്കിലും മാത്തമാറ്റിക്കലോ ലോജിക്കലോ ഓപ്പറേഷൻ്റെ ഒക്കെ വാല്യൂ ഹോൾഡ് ചെയ്യാനായിട്ടാണ് ഈ അക്യുമുലേറ്റർ ഹോൾഡ് ചെയ്യുക. അതാണ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിന്റെ ഒരു ഭാഗമാണ് അക്യുമുലേറ്റർ. സോ അരിത്തമാറ്റിക് ലോജിക്കൽ പ്രവർത്തനങ്ങൾ നിർവഹിക്കുമ്പോൾ അതിന്റെ ഫലങ്ങൾ സൂക്ഷിക്കാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ രജിസ്റ്റർ യൂസ് ചെയ്യുക. അപ്പൊ പ്രോസസറിന്റെ കപ്പാസിറ്റി അനുസരിച്ച് ഇതിന്റെ സൈസ് മാറും. ചിലപ്പോൾ 8 ബിറ്റ് ആയിരിക്കും, ചിലപ്പോൾ 16 ബിറ്റ് ആയിരിക്കും, ചിലപ്പോൾ ചിലതിൽ എന്തായിരിക്കും 32 ബിറ്റ്. അത് ഹൈ പെർഫോമൻസ് പ്രോസസറുകളിലൊക്കെ ആയിരിക്കും അത്ര വലിയ ഇന്റർമീഡിയറ്റ് വാല്യൂ ഒക്കെ സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പൊ ഇൻ കേസ് നിങ്ങളുടെ പ്രോസസർ ചെറുതാണെന്നുണ്ടെങ്കിൽ ഈ എയും ബിയും 8 ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ, എ 8 ബിറ്റ് ബി 8 ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രോസസർ എന്ത് ചെയ്യും, ഒരു 16 ബിറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് രജിസ്റ്ററും അറ്റ് എ ടൈം എടുത്തിട്ട്
ഇതിനെ 16 ബിറ്റ് ആയിട്ടൊക്കെ സ്റ്റോർ ചെയ്യും. അതൊക്കെ നമ്മൾ ഇന്റേണലി അങ്ങനെ പഠിച്ചു പോണേയാണ്. അപ്പൊ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ പ്രോസസറിന്റെ ഉള്ളിൽ തന്നെ കാണപ്പെടുന്ന ALU ഓപ്പറേഷൻസിന്റെ വാല്യൂസ് ഇന്റർമീഡിയറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന രജിസ്റ്റർ ആണ് എന്ത് അക്യുമുലേറ്റർ. ഇനി എന്താണ് MAR, മെമ്മറി അഡ്രസ് രജിസ്റ്റർ. മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞു ഇല്ലേ, അത് ഞാൻ നമ്മുടെ ലൈഫ് എക്സാമ്പിൾ ആയിട്ട് വെച്ചിട്ടാണ് പറയണത്, നിങ്ങൾക്ക് എളുപ്പത്തിന് പറയാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അതേ ആവശ്യമുള്ളൂ. മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിള് ഒരു പോസ്റ്റ്മാൻ ഉണ്ട് അല്ലെ, പോസ്റ്റ്മാന്റെ എക്സാമ്പിൾ പറയാം. സോ ആ പോസ്റ്റ്മാന് നിങ്ങളുടെയൊക്കെ ലൊക്കേഷനിലേക്ക് കത്ത് കൊണ്ട് തന്നെ എങ്ങനെയാ ഇൻലാൻഡിൽ എഴുതിയ അഡ്രസ് അനുസരിച്ചിട്ടല്ലേ, ആണോ? ഓക്കെ. അപ്പൊ അത്തരത്തിൽ അഡ്രസ് ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ലൊക്കേഷനിലേക്ക് കറക്റ്റ് ആയിട്ട് ഡാറ്റ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏത് ലൊക്കേഷനിലേക്കാണോ ഡാറ്റ എത്തിക്കേണ്ടത് അതിന്റെ അഡ്രസ് ഹോൾഡ് ചെയ്യുന്ന രജിസ്റ്റർ ആണ് എന്ത്, മെമ്മറി അഡ്രസ് രജിസ്റ്റർ. സോ പ്രോസസർ എന്ത് ചെയ്യും, ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലൊക്കേഷൻ അഡ്രസ് ഈ MAR കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ മെമ്മറി ലൊക്കേഷന്റെ വിലാസം സൂക്ഷിക്കുന്ന രജിസ്റ്റർ ആണ് എന്ത്, മെമ്മറി അഡ്രസ് രജിസ്റ്റർ. എന്നാൽ നേരെ മറിച്ച് MBR എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സിങ്ങിന് വേണ്ടി പ്രോസസർ എടുക്കുന്നതോ പ്രോസസ്സിങ്ങിന് ശേഷം കൊടുക്കേണ്ടതായിട്ടുള്ള ഡാറ്റ. ഇവിടെ അഡ്രസ് ആണെങ്കിൽ ഇവിടെ ഡാറ്റയാണ് ഹോൾഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. MBR എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും, ആ ലൊക്കേഷൻ കണ്ടുപിടിക്കും മെമ്മറിയുടെ, എന്നിട്ട് അതിലേക്ക് ഡാറ്റ കൊടുക്കണ്ടേ, അത് എവിടെ പുട്ട് ചെയ്യും, പ്രോസസർ MBR പുട്ട് ചെയ്യും. MBR വന്നതിന് ശേഷം മാത്രമാണ് ഡാറ്റ മെയിൻ മെമ്മറിയിലേക്ക് പോവുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി രണ്ടെണ്ണം കൂടെ ഉള്ളൂ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററും പ്രോഗ്രാം കൗണ്ടറും. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ഇതൊരു ഇൻസ്ട്രക്ഷനാണ്. ഇപ്പൊ നിങ്ങൾ ഒരു വലിയ പ്രോഗ്രാം എഴുതാണ്. സോ നോക്കുക, ആഡ് AB, പിന്നെ STA സ്റ്റോർ AB ഇൻ A, പിന്നെന്താണ് ആഡ് AC സ്റ്റോർ ഇൻ C. സോ ആദ്യം ആഡ് എയും ബിയും ചെയ്യുക, അതിനെ എയിൽ സ്റ്റോർ ചെയ്യുക, പിന്നെ എയിലുള്ള റിസൾട്ടും C എന്ന രജിസ്റ്ററിലുള്ള റിസൾട്ടും തമ്മിൽ ആഡ് ചെയ്തിട്ട് അത് സിയിലേക്ക് ആഡ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇത്രയും 4 ഇൻസ്ട്രക്ഷൻസ് ആണ് എക്സിക്യൂഷൻ ചെയ്യേണ്ടത്. അപ്പൊ ഈ ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിന് ഏത് നിർദ്ദേശമാണോ പ്രോസസർ നിർവഹിക്കേണ്ടത്, ഇപ്പൊ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ ആഡ് AB ആണ്, ആ നിർദ്ദേശം സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന രജിസ്റ്റർ ആണ് എന്ത്. അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യൂല കമ്പ്യൂട്ടർ, ഒറ്റ തവണ ഒന്നാ എടുക്കുള്ളൂ. അപ്പൊ ഇതിലെ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് ഈ IR എന്നുള്ള ഒരു രജിസ്റ്ററിൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, പുട്ട് ചെയ്യും. സോ IR രജിസ്റ്ററിലേക്ക് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ആദ്യം എടുക്കുന്നത് ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ ആണ്. IR രജിസ്റ്ററിൽ നിന്നാണ് പിന്നീട് ഓരോന്നോരോന്നായിട്ട് എക്സിക്യൂഷൻ ചെയ്യുക. അപ്പൊ ഇൻസ്ട്രക്ഷൻ ഹോൾഡ് ചെയ്യുന്ന രജിസ്റ്റർ ആണ് എന്ത്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇനി പ്രോഗ്രാം കൗണ്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത്, അപ്പൊ പ്രോഗ്രാം കൗണ്ടർ എന്ന് വെച്ചാൽ ഈ ആഡ് AB എടുത്തു കഴിഞ്ഞാൽ അടുത്തത് ഏതാണ്, സ്റ്റോർ ഇറ്റ് ഇൻ A. അപ്പൊ ഈ പ്രോഗ്രാം കൗണ്ടർ എന്ത് ചെയ്യും, അടുത്തത് ഏത് ലൊക്കേഷനിൽ നിന്നാണോ എടുക്കേണ്ടത് അതിലേക്ക് പോയിന്റ് ചെയ്യും. ഇത് എക്സിക്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഡിലേ വരാണ്ടിരിക്കാനായിട്ട് കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുക്കും അടുത്തതായി ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. അങ്ങനെ അടുത്ത ഇൻസ്ട്രക്ഷൻ കാണിച്ചു കൊടുക്കുന്ന രജിസ്റ്റർ ആണ് എന്ത്, പ്രോഗ്രാം കൗണ്ടർ. പ്രോസസർ അടുത്തായി നിർവഹിക്കേണ്ട നിർദ്ദേശത്തിന്റെ മെമ്മറി വിലാസം, ഇതിന്റെ ഈ ഇൻസ്ട്രക്ഷൻ എവിടെയാണോ ഇരിക്കുന്നത് ആ മെമ്മറിയുടെ വിലാസമാണ് ആര് സൂക്ഷിച്ചു വെക്കുക, പ്രോഗ്രാം കൗണ്ടർ സൂക്ഷിച്ചു വെക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ചുമ്മാ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്നിട്ട് മനസ്സിലാവാത്തത് നിങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല, നിങ്ങൾക്കും ഗുണം ഉണ്ടാവില്ല, എനിക്കും ഗുണം ഉണ്ടാവില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മെമ്മറി ഒക്കെ കംപ്ലീറ്റ് ആയി ഏകദേശം. ഇനിയുള്ള വീക്ക് 2 ടോപ്പിക്കായി. ഇനി ഏതെങ്കിലും കമ്പ്യൂട്ടർ ബാക്കിയുണ്ടോ ടോപ്പിക്ക്? അടുത്ത ദിവസം നമുക്ക് മർദ്ദം, കാറ്റ്, ജിയോഗ്രഫി കുറച്ച് തീർക്കാനുണ്ട്, പിന്നെ സുപ്രധാന നിയമങ്ങൾ ഏതെങ്കിലും തീർക്കാനുണ്ട്. ഓക്കെ, അത് നോക്കാം. എന്നാ പിന്നെ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഏതാണ് സൂത്രം? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
സർ സാർ ഏതാണ്? ഫ്രൈസൽ ഇടാം എന്ന് പറഞ്ഞത് വിഷ്ണുവിന്റെ അടുത്ത്. ഞാൻ ഇട്ടേക്കാം. ഏതാ പഠിക്കുന്നത് ഇട്ടേക്കാം. ക്വസ്റ്റ്യൻ പേപ്പറും മറന്നില്ലെങ്കിൽ ഇട്ടോളാട്ടെ സാറേ. ശരി. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, ഗുഡ് നൈറ്റ് ലിമി.